യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ ചരക്ക് നീക്കം തടസ്സപ്പെട്ടത് മൂലമുള്ള പാചകവാതക ക്ഷാമം ഇന്ത്യയെയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. പാചകവാതകം ആവശ്യത്തിനുണ്ടെന്നും പരിഭ്രാന്തി വേണ്ടെന്നും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഉതകുന്ന LPG ശേഖരം രാജ്യത്തുണ്ടെന്നാണ് അവരുടെ അവകാശവാദം. ഇറക്കുമതിയിലെ കുറവ് പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഊർജിതമാക്കിയെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. എന്നാൽ അതനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പാചകവാതക ക്ഷാമം അതിരൂക്ഷമാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ വേണ്ടത്ര ലഭിക്കാതെ വന്നതോടെ പല നഗരങ്ങളിലും ഹോട്ടലുകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലുൾപ്പെടെ ഓൺലൈൻ ഭക്ഷണ വിതരണവും പ്രതിസന്ധിയിലായി. ബാംഗ്ലൂർ, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ 4-1 ഹോട്ടലുകളും അടച്ചുപൂട്ടി. ബോംബെ നഗരത്തിലെ ശേഷിക്കുന്നവയിൽ തന്നെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഡൽഹിയിലും ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്ന പോലെ കേരളത്തിലും പാചകവാതക ക്ഷാമം അതിരൂക്ഷമാണ്. ഗാർഹിക കണക്ഷനുകളുടെ ബുക്കിംഗ് ഇടവേള ദീർഘിപ്പിച്ചു. മാത്രമല്ല, ബുക്ക് ചെയ്യാനും കഴിയുന്നില്ല. പലരും ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ ബദൽ മാർഗങ്ങൾ തേടുന്നു. വേനൽ കടുത്ത ഈ അവസരത്തിൽ പാചകവാതകത്തിനുള്ള വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നത് കേരളത്തെ ആ നിലയ്ക്കും പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യതയുണ്ട്. പാചകവാതക പ്രതിസന്ധി ഇനിയും രൂക്ഷമായാൽ വൈദ്യുതി ഉപയോഗത്തിലുണ്ടാകുന്ന കുതിച്ചുകയറ്റം സർക്കാരിന് മറ്റൊരു തലവേദനയുമാകും. വിറകടുപ്പുകൾ ഉപയോഗിക്കുന്ന വീടുകൾ ഇപ്പോൾ തീരെ കുറവാണ്. അതും ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ. വിറകിലേക്ക് മാറുക എന്നുള്ളത് പലർക്കും എളുപ്പമായ കാര്യമല്ല. ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. വിറകടുപ്പ് ഉപയോഗിക്കുന്നതിന് ചെലവാകുന്ന അധിക തുക അത് നൽകുമെന്നും വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ വിറകിന് വലിയ രീതിയിൽ വില കൂട്ടിയിരിക്കുക. ഗ്യാസ് കിട്ടാനില്ലാതെ വന്നതോടെ ഒട്ടേറെ ഹോട്ടലുകൾ പാചകം വിറകടുപ്പിലേക്ക് മാറ്റി. സാധാരണയായി ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്തിരുന്ന ഭക്ഷണത്തിൽ മിക്കതും ഇപ്പോൾ വിറകിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇതോടെ ഹോട്ടലുകളിൽ വൻതോതിൽ വിറകിന്റെ ആവശ്യവും വർദ്ധിച്ചു. പാചകവാതക ക്ഷാമം തുടർന്നാൽ വിറക് വില ഇനിയും കൂടുമെന്ന് വിറക് കച്ചവടക്കാർ തന്നെ പറയുന്നു. വൻതോതിൽ ഇല്ലെങ്കിലും ഗാർഹിക ആവശ്യങ്ങൾക്കും വിറകുകളുടെ വിൽപ്പന കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ വിപണിയിൽ വിറകിന്റെ വില ടണ്ണിന് 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് വർദ്ധിച്ചത്. പുളിമരത്തിന്റെ വിറകിന് ടണ്ണിന് 5000 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 6000 രൂപയായി. പൊളിക്കാത്ത വിറകിന്റെ വിലയാണിത്. ഇത് പൊളിച്ച് കൊടുക്കണമെങ്കിൽ 1000 രൂപ അധികമായി ചെലവാകും. മറ്റ് വിറകുകൾ പൊളിച്ചു കൊടുക്കുമ്പോൾ ടണ്ണിന് 7500 രൂപയാണ് വിറക് കച്ചവടക്കാർ ഈടാക്കുന്നത്. പടുവിറകുകൾ ടണ്ണിന് 3200 രൂപയായിരുന്നത് ഇപ്പോൾ 4200 രൂപയായി വർദ്ധിച്ചു. റബ്ബറിന്റെ വിറകിന് 4000 രൂപയായിരുന്നത് 5000 രൂപയാകും. വിറക് ചുള്ളിക്ക് 3800 രൂപയായിരുന്നത് 4500 രൂപയുമാണ് ഒരാഴ്ച കൊണ്ട് കൂടിയത്. ഗ്രാമീണ മാർക്കറ്റുകളിലേക്കാണ് വിറക് കൂടുതലും പോകുന്നത്. ഗ്യാസിന് ക്ഷാമം നേരിട്ട് തുടങ്ങിയതോടെ വിപണിയിൽ വിറകിന്റെ ലഭ്യത കുറഞ്ഞതായും കച്ചവടക്കാർ പറയുന്നു. ഹോട്ടലുകളിലേക്ക് വൻതോതിൽ വിറകുകൾ വാങ്ങാൻ തുടങ്ങിയതോടെ പ്രാദേശികമായി വിറകിന് ക്ഷാമവും നേരിട്ട് തുടങ്ങി. നിലവിൽ ഹോട്ടലുകളാണ് വിറക് വൻതോതിൽ വാങ്ങുന്നത്. സിലിണ്ടർ ക്ഷാമം രൂക്ഷമായാൽ ഗാർഹിക ഉപഭോക്താക്കളും വിറക് വാങ്ങാൻ എത്തുമെന്നതിനാൽ വില ഇനിയും ഉയർന്നേക്കും.